എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ കൂടെ. ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇതിപ്പോ ഇപ്പൊ ഇങ്ങനെ സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ ലൈസൻസ് അതൊക്കെ ഞാൻ പറയാൻ വരുമായിരുന്നു. അതെനിക്ക് പറയണമെന്നുണ്ട്. കുറെ പേര് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ലൈസൻസ് ഉണ്ടോ, ഫുഡ് ഹാൻഡ്ലർ സർട്ടിഫിക്കറ്റ് ഉണ്ടോ. FSSA ഉണ്ട്, ഫുഡ് ഹാൻഡ്ലർ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. ഇഞ്ചക്ഷൻ ഒക്കെ കുത്തി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഹെൽത്ത് കാർഡ് ഉണ്ട്, ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഉദ്യം രജിസ്ട്രേഷൻ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആടില്ലാത്തത് റോട്ടിൽ നിന്ന് സെല് ചെയ്യാനുള്ള ലൈസൻസ് ആണ്. അത് കോർപ്പറേഷൻ ഇപ്പൊ കൊടുക്കുന്നില്ല. 2023 ലക്ഷം കൊടുക്കുന്നില്ല. അതൊരു 1.5 വർഷമായിട്ട് അതിന്റെ പുറകെ ഞങ്ങൾ നടക്കുന്നുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പൊ പുതിയ റൂൾസ് എന്തോ വരുന്നുണ്ടെന്ന് കേട്ടു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് NOC എടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും സെല് ചെയ്യാന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉപകാരം, അടിപൊളിയായിരിക്കും. അപ്പൊ അതാണ് ഈ ലൈസൻസിനെ കുറിച്ചിട്ടൊക്കെ പറയാനായിട്ടുള്ളത്. എല്ലാം ഉണ്ട്, ആകെ എക്സെപ്റ്റ് ഈ ഒരു ഇത് മാത്രം സാധനം. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വരാൻ വേണ്ടിട്ട് മറ്റേ ഇപ്പൊ ഒരു മറ്റേ ഞങ്ങൾ തന്നെ കണ്ടിട്ട് എന്തോ ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ ഒന്നാമത് ലേറ്റ് ആയി പോയത്. സത്യത്തിൽ അന്ന് കുറച്ച് ലേറ്റ് ആയി ഉണ്ടാക്കി, അത്രയും ബാച്ച് ഉണ്ടാക്കിയപ്പോഴേക്കും ലേറ്റ് 7 മണി ആവാറായിട്ടുണ്ടായിരുന്നു സത്യം പറയണല്ലോ. അപ്പൊ 7:15 നമ്മൾക്ക് അവിടെ എത്താൻ പറ്റും. 15 മിനിറ്റ് ലേറ്റ് അല്ലേ. ഞങ്ങൾ ഓൾറെഡി ഒരു സ്റ്റോറി ഇട്ടേക്ക് ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ. കറക്റ്റ് ഞങ്ങൾ വന്നതും അവിടെ പള്ളിയിൽ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. റോഡ് ഫുൾ ബ്ലോക്ക്. ആകെ അവിടെ ഞങ്ങൾ 5 മിനിറ്റ് അപ്പുറത്തുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. കാരണം മാപ്പിൽ 5 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ആകെ ടെൻഷനായി. അതിന്റെ ഇടയ്ക്കൂടെ അവിടെ നിൽക്കുന്നവര് മെസ്സേജ് അയക്കുന്നുണ്ട്, കുറെ പേര് വെയിറ്റ് ചെയ്യുന്നു. ഞങ്ങൾക്ക് ഫോട്ടോ അയക്കുന്നു. ആ ഫോട്ടോ ആയിട്ട് പിന്നെയും ടെൻഷൻ. അത്രയും ടെൻഷനിൽ കാരണം അത്രയും പേര് വെയിറ്റ് ചെയ്ത് അവരുടെ സമയം അത്രയും പ്രഷ്യസ് ആണ്. ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമില്ല. ഞങ്ങൾ എന്നിട്ട് അത്രയും ടെൻഷനിൽ അവിടെ എത്തിയപ്പോഴേക്കും അത്രയും പേര് ചിരിച്ചിങ്ങനെ മുഖമായിട്ട് നിൽക്കുന്ന എല്ലാരും മറ്റേ ക്യാമറ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോ ഞങ്ങൾ എന്താ ഇവിടെ നടക്കുന്നേ. ഒരു അവസാനം ഇറങ്ങി. സത്യം അത്രയും വലിയ ക്രൗഡ് ഉണ്ട്, പേടിച്ചു. ആദ്യമായിട്ടാണ് അത്രയും തിരക്ക് കാണുന്നത്. ഞാൻ ഇങ്ങനെ ആലോചിച്ചത് നമ്മളെ ചുറ്റും നോക്കിയിട്ട് ഒരു വലിയ ക്രൗഡ്, പേടി വരത്തില്ല. ഞങ്ങളുടെ വണ്ടിയിൽ നിന്ന് ചീത്തൊക്കെ വെച്ചിട്ട് ഇറങ്ങുമ്പോ ഇത്രയും വലിയൊരു ക്രൗഡ് ഇങ്ങനെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് കോമഡി ആയിരുന്നു. ഞങ്ങള് സാധനം എന്നിട്ട് കൈയൊക്കെ വരച്ചിട്ട് വയ്യ, ഡിക്കി തുറന്ന് സാധനം ഇറക്കിക്കൊണ്ടിരിക്കുക. ആരൊക്കെയോ വന്ന് സഹായിക്കുന്നു. ആരൊക്കെ എന്തൊക്കെയാ കൊണ്ടുപോകണേന്ന് അറിഞ്ഞൂടാ. എല്ലാവർക്കും സഹായിക്കണം. വണ്ടിയിലുള്ള എല്ലാ സാധനം എടുത്തോണ്ടോ. അതൊക്കെ എടുത്തോണ്ടല്ലേ, എത്ര ഒന്നും വേണ്ട, കുറച്ചെടുത്തോണ്ടായി മതി. അങ്ങനെയൊക്കെ പറഞ്ഞ് കൊണ്ട് സെറ്റ് ചെയ്ത് പിന്നെ തുടങ്ങി വിളിച്ച് അങ്ങനെ റെഡിയായി. നിങ്ങൾ പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഇപ്പൊ റോഡിൽ ഇറങ്ങി ഇങ്ങനെ ഒരു ഇത്രയും ക്രൗഡ് ഉള്ളടുത്ത് കച്ചവടം ഒന്നും ചെയ്ത് പരിചയമില്ലാത്ത ആളുകളാ. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ ആവത്തില്ലേ, ഇങ്ങനെ ആർക്കൊക്കെ ഞാൻ എന്തൊക്കെയാ കൊടുത്തതെന്നുള്ളത്? അതിനാണ് ഞങ്ങൾ ഇപ്പൊ ഈ സിസ്റ്റം വെച്ചത്. ഞങ്ങൾക്ക് ആദ്യം പണി കിട്ടിയായിരുന്നു. കാരണം ഞാനാണ് ആദ്യം വന്നേ, അവർക്ക് ലേറ്റ് ആവുന്നു, ഇവര് മുമ്പ് വന്നു, അങ്ങനെ ആ ഒരു പ്രശ്നം വന്നു. പിന്നെ ക്യൂ നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി റോഡിലാണ്, അവരെ ബുദ്ധിമുട്ടിക്കാൻ വയ്യ, ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ ഞങ്ങൾ ആലോചിച്ചാൽ ഒരു പെൻ ആൻഡ് പേപ്പർ എടുത്തിട്ട് പേര് എഴുതാൻ വരുന്നതനുസരിച്ച്. പക്ഷെ അപ്പോഴും ഞങ്ങൾ 2 പേര് മാത്രമല്ല. അപ്പൊ ശരൺ പേര് എടുത്തിട്ട് ആ വഴിയൊക്കെ അങ്ങോട്ട് പോകും. അവൻ എന്റെ അടുത്ത് ഓർഡർ പറയണില്ല. ഞാനിങ്ങനെ ഓർഡർ എന്നല്ലേ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഇവര് നോക്കുമ്പോ ഞാനൊന്നും ചെയ്യണ്ടേ. അപ്പോഴാണ് പിന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് എന്നാ പിന്നെ നമുക്ക് എക്സലും ഒരു ഗൂഗിൾ ഫോം ഒക്കെ വെച്ച് ചെയ്താലോ. അപ്പം ഒരു ഗൂഗിൾ ഷീറ്റ് ആദ്യം ശരം പോയി പേര് കളക്ട് ചെയ്ത് ഗൂഗിൾ ഷീറ്റ് മാത്രമായിരുന്നു. അപ്പൊ കറക്റ്റ് എനിക്കിവിടെ അപ്ഡേറ്റ് ആയിട്ട് പേര് വരും. അപ്പൊ എനിക്ക് പേര് വിളിക്കാം. പിന്നെയാണ് എന്നാ ശരണം കൂടി ഫ്രീ ആക്കിയിട്ട് കൂടി നിർത്തി ഒരു QR കോഡ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്കാൻ ചെയ്ത് പേരിട്ട് കഴിഞ്ഞാൽ ഓർഡറിൽ ഇങ്ങനെ വരും. ഇപ്പൊ പേര് വിളിച്ചിട്ട് കൊടുത്താൽ മതി. മനസ്സിലായി. അങ്ങനെ അതും കൊണ്ടുവരാൻ വേറൊരു റീസണും കൂടെ ഉണ്ടായിരുന്നു. പേര് ഞാനാണ് ആദ്യം കേട്ട് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പൊ ചില ആൾക്കാർ പറയുന്ന പേര് ഞാൻ തെറ്റിയായി കേൾക്കുന്നത്. അവര് തന്നെ ഫില്ല് ചെയ്യുമ്പോ ആ പ്രശ്നവും ഇല്ല. അതും കൂടെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയത്. ഞാനും തെറ്റിച്ച് വിളിക്കും. പിന്നെ ഞാൻ ആളെ തെറ്റിച്ച് വിളിക്കും. അറിയാണ്ട് ഇടയ്ക്ക് മാറിപ്പോ പേര്. അതെ, ഇതൊന്നും ഈ ഗൂഗിൾ ഫോമും ഷീറ്റും ഒന്നും ആക്സസ് ചെയ്യാൻ അറിയാത്ത ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ ഞങ്ങൾ ഒരാൾ നിർത്താറുണ്ട്. ഇപ്പൊ ക്രൗഡ് കൂടുന്ന സമയത്ത് കുറവാണെങ്കിൽ ശരണം തന്നെ പെട്ടെന്ന് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് കയറ്റാൻ പറ്റും. അല്ലെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട് നിൽക്കുന്നുണ്ടാവും. പാർക്കിംഗിൽ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ തന്നെ കയറ്റിയിടും, കുഴപ്പമൊന്നുമില്ല. അതെ, അപ്പൊ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരു വലിയൊരു സംഭവം അല്ലേ? ഞാൻ ഇങ്ങനെ ഇത് കണ്ടായിരുന്നു, നിങ്ങൾക്ക് ഡെയിലി Q&A വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ കുറെ വരുന്നുണ്ടല്ലേ? വീഡിയോസ് ഒക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ആളുകൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അത് മെസ്സേജസ് കുറെ വരും. മെജോറിറ്റി ചോദിക്കുന്നത് റെസിപ്പിയും ഫ്രാഞ്ചൈസിയാണ്. നിങ്ങളുടെ സീക്രട്ട് റെസിപ്പി അങ്ങനെ ചോദിക്കുക? എത്ര പേരാ ചോദിക്കുന്നത്? ഒരു ദിവസം ഞങ്ങൾ ഉറങ്ങായിരുന്നു, 8 മണിക്ക് മറ്റേ ഫോൺ അടിക്കുന്നു. അപ്പൊ ഇത് ആരാ വെച്ചിട്ട് ഫോൺ എടുത്തപ്പോ അതില് ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇല്ല, ഞങ്ങള് റെഡിയായി വരുന്നേ ഉള്ളു. എന്നാ റെസിപ്പി പെട്ടെന്ന് പറഞ്ഞു. അയ്യോ അത് പറയാൻ പറ്റൂല. പറയാനത് കാര്യമായി. ഉറക്കത്തിൽ ഞാനാണെങ്കിൽ അപ്പൊ അത് പറഞ്ഞേ പോയേനെ. കറക്റ്റ് ശരണാണ് എടുത്തത്. അങ്ങനെയൊക്കെ ചോദിക്കാം. എത്ര പേര് ഒരു മെസ്സേജ് വരുമ്പോ 80% റെസിപ്പി ചോദിച്ചിട്ടാണ്. അതെ, ഒരു പിന്നെ എപ്പോഴും ഒരുപാട് പോസിറ്റീവ് വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും കണ്ണു കടിക്കുന്ന കുറച്ച് ആളുകളൊക്കെ കാണുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടി? സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുമല്ലോ, കൂടപ്പുറപ്പല്ലേ, നെഗറ്റീവ് കമന്റ്സ് ഉണ്ടോ? ഞങ്ങൾ നോക്കാല്ലേ. ഫുഡിനെ പറ്റിയിട്ടാണെങ്കിൽ ഞങ്ങൾ നോക്കും. കാരണം ഞങ്ങൾ അത്രയും കാര്യമായിട്ട്, എനിക്ക് ക്വാളിറ്റി അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഞാൻ അത്രയും അതിൽ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്താ പറ്റി അങ്ങനെ നോക്കാറുണ്ട്. അല്ലാണ്ട് വേറൊന്നും ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. കുഴപ്പമില്ല. നിങ്ങളിപ്പോ വേറെ ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാലും ഇപ്പൊ ആൾക്ക്
ഇഷ്ടപ്പെട്ട ഒരു സാധനം സെർവ് ചെയ്യുള്ളൂ, അതായത് ഇഷ്ടപ്പെട്ടേ സെർവ് ചെയ്യുള്ളൂ, അല്ലാണ്ട് ഇഷ്ടമല്ലാത്തൊരു സാധനം സെർവ് ചെയ്യില്ല എന്നുള്ള നിർബന്ധത്തിലാണ്. അതാണെങ്കിൽ പുതിയത് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ കുറച്ച് നമ്പേഴ്സിലെ ആദ്യം കുറച്ച് നമ്പേഴ്സ്, പിന്നെ ഡിമാൻഡ് അനുസരിച്ച് കൂട്ടി മതി, അല്ലെങ്കിൽ അത് വേസ്റ്റ് ആയി പോയില്ലേ. ഇതായാലും നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും എന്തായാലും. അപ്പം പിന്നെ അത് കുറെ നേരം നിന്നാലും അത് പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ അത് ഫോക്കസ് ചെയ്യും. ക്വാളിറ്റി എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഷാറിന്റെ അടുത്തും പറയും, ഇപ്പൊ ബണ്ണ് ഹാർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും അത് വേണ്ട, അത് മാറ്റിക്കോ ഒക്കെ നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ കാണും ഇങ്ങനെ എടുത്ത് കുറെ എടുത്ത് ബാക്കിലോട്ട് ഇട്ടോണ്ടിരിക്കും. അത് ഹാർഡായതായിരിക്കും. സോഫ്റ്റ് ആയാലും അത് കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടയല്ല, അതിന്റെ ഇങ്ങനെ അടിയിലിരിക്കുമ്പോ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പണ്ട് ബണ്ണ് വെറുത്തുപോയി. എന്നിട്ട് അടിയിൽ നിൽക്കൂലോ, ഇപ്പൊ നമ്മള് സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ അടിയിലുള്ള സാധനം ഇങ്ങനെ ഇരുന്നു പോകുമ്പോ അത് ഹാർഡാവും കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പൊ പിന്നെ അത് കൊടുക്കാൻ പറ്റൂല്ലോ. അപ്പൊ അതിങ്ങനെ കുറെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കും. ശരിക്കും ഫ്രാഞ്ചൈസ് തുടങ്ങാനായിട്ടുള്ള അങ്ങനെ അത്രയൊന്നും ആയിട്ടില്ലല്ലോ നമ്മള്. ഞങ്ങള് സത്യത്തില് ഇത് കാര്യം വെച്ചിട്ട് പോലും ഇല്ല സത്യം പറഞ്ഞ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. സാധനം ട്രൈ ചെയ്യാൻ വന്നു, ഇത് പഠിച്ചു വരുന്നേ ഉള്ളൂ. ഓരോ ദിവസം പുതിയതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഓർഡർ എടുക്കുന്ന സിസ്റ്റം ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോ എങ്ങനെയാണ് ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്, എനിക്ക് കുറച്ച് ഷെഫൊന്നും ഇല്ല. അപ്പൊ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടി. എല്ലാ ദിവസവും ഒരേ ടേസ്റ്റിൽ തന്നെ വരണം. അതൊരു സംഭവമല്ലേ, എല്ലാ ദിവസവും നമ്മള് കുഞ്ഞു ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതിനേക്കാളും ഇത്ര വലിയതായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുമ്പോ എല്ലാ ദിവസവും ഒരേ ടേസ്റ്റ്. സർപ്രൈസിംഗ്ലി അത് കറക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. ഞാനും അത് ഭയങ്കരമായിട്ട് ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക് അതെങ്ങനെ വരുന്നു, പക്ഷെ കറക്റ്റ് ആയിട്ട് എത്തിച്ചിട്ടുണ്ട്. ചായ ആയോണ്ടായിരിക്കും അതെങ്ങനെയോ. അത് ഞങ്ങളിപ്പോ വലിയ 20 ലിറ്ററിന്റെ ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അത് 2 ഉണ്ട്. പിന്നെ ഇപ്പൊ ഒറ്റ ബാച്ച് തന്നെയാക്കാൻ വേറെ 2 പാത്രം വെക്കും. അല്ലെങ്കിൽ വേറെ ബാച്ച് ആക്കുമ്പോ ഈ കെറ്റിൽ വെക്കുമ്പോൾ ടേസ്റ്റ് മാറും, ചൂടാറും, പ്രശ്നങ്ങൾ വരും. അപ്പൊ അങ്ങനെയുള്ള മാക്സിമം ക്വാണ്ടിറ്റി ഒക്കെ ആക്കുന്നത്. കിച്ചണൊക്കെ അതിന് വേണ്ടി പുതിയത് പണിത് അവിടെയാണ് പണി. വീട്ടില് വേറൊരു കിച്ചണൊക്കെ ആക്കിയിട്ടുണ്ട്. ഇല്ല, ഓൾറെഡി ഉള്ള കിച്ചണിൽ ഒരു സ്റ്റവും കൂടി വെച്ച് റെനോവേറ്റ് ചെയ്തു. അതൊക്കെ ഒന്ന് റെഡിയാക്കി അത് ചെയ്തോണ്ടിരിക്കണം. അപ്പൊ കൊറേ ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കാം. ഈ ഒരു ഷോപ്പായിട്ടൊക്കെ എടുത്ത് അങ്ങനെ ഒരു സെറ്റപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? നോക്കിക്കൊണ്ടിരിക്കണം, ഫിക്സ് ആയിട്ടില്ല. അങ്ങനെ വരുമ്പോ എങ്ങനെയായിരിക്കും? ലൈവ് ടീ ഒക്കെ ആയിരിക്കുമോ? പിന്നെ ലൈവ് ആയിട്ട് കൊടുക്കും, നല്ല ഫ്രഷ് ആയിട്ട്. കുറെ പേർക്ക് ഈ പ്ലാസ്റ്റിക് അല്ല പേപ്പർ കപ്പ് ഉപയോഗിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. ഇല്ല, നമ്മുടെ ഗ്ലാസ്. എനിക്ക് പേഴ്സണലി ഗ്ലാസ് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങനെ ഇരിക്കുന്ന ഗ്ലാസ്സില്. ഇവിടെ ഇങ്ങനെ നമുക്കത് പോസിബിൾ അല്ലല്ലോ ഇത്രയും ആള്. ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയാ? അപ്പൊ വേസ്റ്റ് മാനേജ്മെന്റ് ഞങ്ങൾ പെറുക്കും. വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്, പക്ഷെ കുറെ എന്നാലും ഇപ്പൊ ചിലപ്പോ ഞങ്ങൾ നോക്കാണ്ടിരിക്കുന്ന സമയത്ത് അത് ഫുൾ ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നമാണ്. പക്ഷെ അത് ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ ഈ തിരക്കിന്റെ ഇടയ്ക്ക്. അപ്പൊ അത് പുറത്തൊക്കെ ഇട്ട് വെക്കും. അല്ലാത്ത സമയത്ത് അല്ലാണ്ട് അവര് അവിടെ ഇവിടെ ഒക്കെ പോയിരുന്ന് കഴിക്കുമ്പോ അവരവിടെ വെച്ചിട്ട് പോകും. അങ്ങനെ വഴി മൊത്തം ഒരു 100 മീറ്റർ ചുറ്റളവിൽ ഞങ്ങൾ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് നോക്കും, ഇടയിലൊക്കെ ഉണ്ടെങ്കിൽ അത് പെറുക്കിയിട്ടാണ് പോകുന്നത്. ക്ലോസ് ചെയ്യുമ്പോൾ അതാണ് പരിപാടി. എല്ലാം ക്ലോസ് ചെയ്ത് വണ്ടി കയറ്റി 2 ഗ്ലൗസോടും പെറുക്കാൻ നടക്കും. എല്ലാം പെറുക്കാൻ നടക്കും. ഈ ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞില്ലേ വലിയൊരു ക്രൗഡ് വന്ന ദിവസം ഇല്ലേ? അപ്പൊ അങ്ങനെ ഒരു ക്രൗഡ് വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ഒന്നും പാനിക്കായല്ലോ, എങ്ങനെ ഒരു സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യുന്ന. അപ്പൊ ഈ വേസ്റ്റും ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് എന്തായിരുന്നു ആ ഒരു ഫുൾ മറ്റേ ഇതായിപ്പോയി, ഒരു കൺഫ്യൂസ്ഡ് ആയോ എന്ത് ചെയ്യും? വേസ്റ്റ് ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ ആലോചിച്ചല്ലോ, പക്ഷെ അച്ഛൻ ആലോചിച്ചായിരുന്നു. അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആൾക്കാരെ ഇങ്ങനെ ഗ്ലാസ് പിടിച്ച് ഇങ്ങനെ എന്ത് ചെയ്യുന്ന ചോദിച്ചു. അച്ഛൻ ഇവിടെ ഇട്ടോളാൻ പറഞ്ഞു. അച്ഛൻ അവസാനം ഒരു സ്ഥലത്ത് ഇടാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് എല്ലാം എടുത്തിട്ട് പെറുക്കി. അച്ഛനെ നോക്കിയോണ്ട് നന്നായി. ഞങ്ങൾക്ക് ആ സമയത്ത് ആ ടെൻഷനിൽ അതൊന്നും നോക്കാൻ പറ്റിയില്ല. കാരണം ഉണ്ടോ മറ്റേ എന്താ പറയാ ബണ്ണുണ്ടോ ക്രീമുണ്ടോ ഇതൊക്കെയാണ് ആലോചിക്കുന്ന ആ സമയത്ത്. വേറൊന്നും ആലോചിക്കാൻ പറ്റിയില്ല.